ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചക്ക ചില്ലിയാണ്. ഇപ്പോൾ നമുക്ക് ചക്ക സുലഭമായി കിട്ടുന്ന സന്ദർഭമാണല്ലോ. അപ്പോൾ നമുക്ക് ചക്ക ചില്ലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഇത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ചക്ക ചില്ലി ഉണ്ടാക്കുവാനായി ഞാനിവിടെ ഒരു ചെറിയ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഇടിയൻ ചക്കയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിലെങ്ങനെയാണ് ഈ ചക്ക കട്ട് ചെയ്യേണ്ടതെന്നും എല്ലാം വളരെ വിശദമായി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ലോങ് ആവാതിരിക്കാൻ ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിത് ചെറിയ പീസാക്കി എടുത്തത് കാണിച്ചു തരാം. ഞാൻ ചക്കയെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം, എരിവുള്ള മുളക് പൊടി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ നീര്. നിങ്ങളുടെ കയ്യിൽ നാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനീഗർ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. അല്പം വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്ന ചക്കയുടെ വലിപ്പം അനുസരിച്ചാണ് കേട്ടോ ഞാൻ ഈ മസാലകളൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചക്ക എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് മസാലകളൊക്കെ വ്യത്യാസം വരും കേട്ടോ. അതനുസരിച്ച് നിങ്ങൾ എടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അരമണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക ചില്ലി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ചക്ക ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ചില്ലി റെഡിയാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്